നാളെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ പുന്നപ്രയിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് ജി സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ആലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ബലപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ കാണാം എന്ന നിലപാടിലേക്ക് ജി സുധാകരൻ എത്തിയിരിക്കുന്നത്. നാളെ എപ്പോഴാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നതിനായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയുന്നുണ്ടല്ലോ, വിവരങ്ങൾ എന്താണ്? പ്രജിൻ, പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന ജി സുധാകരന്റെ നിലപാട് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഇന്ന് 7 ദിവസം പിന്നിടുകയാണ്. ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു വാക്കുപോലും അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അതിന് ശേഷമാണ്, കൃത്യമായ ആലോചനകൾക്ക് ശേഷമാണ്, മനസ്സിരുത്തിയുള്ള ചിന്തയ്ക്ക് ശേഷമാണ് 8ാം നാൾ ജി സുധാകരൻ വീണ്ടും പൊതുമധ്യത്തിലേക്ക് വരുന്നത്. നാളെ 11 മണിക്കാണ് പറവൂരിലെ വീട്ടിൽ ജി സുധാകരൻ മാധ്യമങ്ങളെ കാണാമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുമോ? രണ്ടാമത്തേത്, അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ മത്സരിച്ചാലും കോൺഗ്രസ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, UDF ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പിന്തുണ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ പരക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോടൊക്കെ താൻ ഇത്തരത്തിൽ അമ്പലപ്പുഴ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വതന്ത്രനായി നിന്നാൽ എന്താണ് അഭിപ്രായം എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനും നിലപാട് പരസ്യമായി പറയാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ മത്സരിച്ച് UDFന്റെ പിന്തുണ അദ്ദേഹം തേടിയാൽ രാഷ്ട്രീയമായി CPIMന് അത് വലിയ തിരിച്ചടിയാകും. പക്ഷേ അപ്പോഴും ധാർമ്മികമായി ജി സുധാകരൻ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ സഹോദരൻ ജി ഭുവനേശ്വരൻ പന്തളം NSS കോളേജിൽ കൊല ചെയ്യപ്പെട്ട, രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയായ വ്യക്തിയാണ്. അന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികളാണ്. ആ ഒരു രാഷ്ട്രീയ വൈരാഗ്യം മനസ്സിലിരിക്കുമ്പോൾ UDFന്റെ പിന്തുണ അദ്ദേഹം തേടിയാൽ അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് അപ്പുറമുള്ള കാര്യമായി CPIM പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനവും കടന്നാക്രമണവും ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും പാർട്ടി സജ്ജമാണ്. ജി സുധാകരനെതിരെ ഇക്കാലം അത്രയും പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്ന പരാതികൾ നാളെ കെട്ടടിച്ചു വിടാനാണ് CPIMന്റെ തീരുമാനം. അമ്പലപ്പുഴയിൽ കഴിഞ്ഞ വർഷം പാർട്ടി സ്ഥാനാർത്ഥി H സലാമിനെ തോൽപ്പിക്കാനടക്കം ജി സുധാകരൻ നടത്തിയ ഇടപെടലുകൾ, അതിന്റെ പാർട്ടി രേഖകളടക്കം പാർട്ടി പുറത്തുവിടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അത് നാളത്തെ വാർത്താ സമ്മേളനം കാത്ത ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പാർട്ടി സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം നിരീക്ഷണമുണ്ട്. ആരൊക്കെ എവിടെ വരുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നടക്കം നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നാളെ 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വാർത്താ സമ്മേളനമായി മാറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.